സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. ടെസ്റ്റിനോട് സഹകരിക്കില്ല എന്ന നിലപാടിലാണ് CITU ഒഴികെയുള്ള സംഘടനകൾ. തിരുവനന്തപുരം മുട്ടത്തറയെ INTUCയും സ്വതന്ത്ര സംഘടനയും പന്തൽ കെട്ടി സമരം നടത്തുകയാണ്. മുട്ടത്തറയിൽ ഉദ്യോഗസ്ഥരും സമരക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ടെസ്റ്റിന് വന്നവരെ സമരക്കാർ തടഞ്ഞു. തിരുവനന്തപുരം മുട്ടത്തറയിൽ നിന്ന് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഇന്നും ടെസ്റ്റുകൾ മുടങ്ങിയിരിക്കുകയാണ്. എന്താണ് സംഘടനകൾ പറയുന്നത്? ഇത് ഈ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നാണോ? അമൃത, പ്രതിഷേധം ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് INTUCയുടെയും മറ്റ് സ്വതന്ത്ര സംഘടനകളുടെയും തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ഈ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം കണ്ടതാണ്. മുട്ടത്തറയിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോയതാണ്. അതിനോട് ചേർത്ത് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെയും ഈ പ്രതിഷേധം. ഈ മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് തൊട്ട് മുമ്പിലുള്ള പന്തല് കെട്ടി സമരത്തിലേക്ക് ഈ പ്രതിഷേധക്കാർ കടന്നിട്ടുണ്ട്. നമുക്ക് ഈ കാണാം, പന്തല് കെട്ടി പ്രതിഷേധക്കാർ ഇവിടെ ഇരിക്കുകയാണ്. രാവിലെ 1-2 പേർ ടെസ്റ്റിന് വന്നിരുന്നു. അവരെ പോലും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചേച്ചി, ഇപ്പോൾ ഈ സമരം കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ സമരം ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ നേടിയെടുക്കും. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് സിനിമാഭിനയം അല്ല, ഇത് മനുഷ്യന്റെ ജീവിതമാണ്. അയാളുടെ സിനിമയ്ക്ക് പോകാൻ പറ, ഷൂട്ടിംഗ് പോയി ചെയ്യാൻ പറ. ഞങ്ങളടുത്ത് കളിക്കാൻ പറ്റൂല. ഞങ്ങൾ ഇതിൽ നിന്ന് മാറുന്ന രീതിയല്ല. ഞങ്ങളെ കൊന്നിട്ട് അയാൾ എന്തോ ചെയ്തോട്ടെ. ഇയാൾ എന്തിന് ടൂറ് പോയി? ഒളിച്ചോടിയതല്ലേ? ഇതിന് ഒളിച്ചോടാൻ കൊള്ളാവോ? എന്ത് ഇവിടെ നിൽക്കണം? ഇവിടെ നിൽക്കാതെ ടൂറ് പോയത് ഒളിച്ചോടിപ്പോയതാണ് ഗണേശ് കുമാരൻ്റെ കൂടെ പറഞ്ഞേ. ഇവിടെ നമ്മുടെ ഇത് നടക്കൂല. എങ്ങനെയാണോ എന്ന് തൊട്ട് ഇവിടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഫീൽഡ് നടന്നു പോയത് അതേ രീതിയിൽ 15 വർഷത്തെ വണ്ടി മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു ഒരിക്കലും ഇരിക്കണ്ട. 15 വർഷത്തെ ഞങ്ങൾ കൊണ്ട് കയറിയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, അയാൾ ഈ ട്രാൻസ്പോർട്ടിൽ എത്ര വർഷത്തെ വണ്ടി കിടപ്പുണ്ട്? അയാൾ കൊണ്ട് നടക്കുന്ന വണ്ടി 23 വർഷത്തെ കോൾസി കൊണ്ട് കിടക്കാൻ കൊള്ളാവോ? അപ്പൊ ഈ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ വണ്ടി കയറ്റാൻ പറ്റാത്ത കാര്യം എന്ത്? ഇയാൾ ഈ 2.5 വർഷത്തിന് നമ്മളെ ദ്രോഹിക്കാൻ വന്നതാണോ? അതിനകത്ത് പറയുന്ന ചില ഇളവുകൾ, ആദ്യം പറഞ്ഞ 30 പേർക്ക് ഒരു ദിവസം ടെസ്റ്റ് പറ്റുള്ളൂ. ഈ 15 വർഷത്തിന്റെ വാഹനം അത് 6 മാസം നീട്ടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ സമരം ഒന്ന് അവസാനിപ്പിച്ച് ടെസ്റ്റ് സുഖമായി നടത്താനായിട്ട് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. ആ ഇളവുകൾ പോലും നമ്മൾ അംഗീകരിക്കില്ലെന്നാണ് പറയുന്നത്. അംഗീകരിക്കൂല. അതിന്റെ ആവശ്യം നമ്മളിപ്പോ കയറി 3 മാസം കഴിയുമ്പോൾ നമ്മളെ കൊണ്ടോ ഇതിലുള്ള ആൾക്കാരെ കൊണ്ടോ വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ അവര് ടെസ്റ്റിന് കയറണ്ടേ? അതൊന്നും നടക്കൂല. അപ്പോഴും ഈ സർക്കാർ ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല എന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ സർക്കുലർ ഇറങ്ങി മനസ്സിലാകുന്നത്. സർക്കാരും ഈ നിയമം ഇങ്ങനെ മുമ്പോട്ട് പോകട്ടെ എന്നാണ് അവർ തുടരുന്നത്. സർക്കാരിന് മാത്രമല്ലല്ലോ, നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർ വോട്ട് കൊടുത്ത് ജയിച്ച് കയറിയിരിക്കണതല്ലോ തന്നെ. ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവർ വോട്ട് കൊടുത്താണ് ജയിച്ചു പോയത്. ഗണേശ് കുമാറിന്റെ ചോദ്യം ഈ തിരുവനന്തപുരത്ത് വന്ന് നിന്നാ ജയിക്കുമെന്ന്. അയാളെ നാട്ടിൽ ജയിക്കും. കാര്യം അയാളെ നാട്ടിൽ അയാൾ പണം വാരി എറിഞ്ഞാണ് ജയിച്ചത്. ഗതാഗത മന്ത്രിയുടെ തീരുമാനമാണ്. പക്ഷെ അപ്പോഴും CITU ചില ഇളവുകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ CITU ഇപ്പോൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ INTUC മറ്റ് സ്വതന്ത്ര സംഘടനകളാണ് സമരത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു വിഭാഗം മാറി നിൽക്കുമ്പോൾ ഈ സമരം പൊളിക്കുക. ആര് മാറി? എല്ലാ CITU എല്ലാ പാർട്ടി എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. അവരൊന്നും മാറിയിട്ടില്ല. CITU പാവം സമരത്തിൽ പാവപ്പെട്ട CIT കാറ് തേച്ച് പറ്റിച്ച് നേതാക്കന്മാര് അവരെല്ലാ കുട്ടികളും ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരു പാർട്ടി ഇല്ല. ഞങ്ങൾക്കിത് CIT എന്നില്ല, കോൺഗ്രസ് എന്നില്ല, BJP എന്നില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ മാത്രം. നമ്മളെ വേറെ ഒരു പാർട്ടി ഇല്ലാതെ പ്രവർത്തിക്കണം. അത് ജീവിത അവസാനം വരെ. ഇയാളെ മുമ്പ് കിടന്ന് മരിക്കണമെങ്കിൽ അങ്ങനെയും ഞങ്ങൾ തയ്യാറാണ്. ഇല്ല, ഞങ്ങളെല്ലാം കൂടി ഇതിന്റെ അകത്ത് കയറ്റി വണ്ടി തീട്ടി തരാം. അമൃത, എന്തായാലും പ്രതിഷേധക്കാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. കാരണം വൈകാരികമായിട്ടൊക്കെയാണ് അവർ പ്രതികരിക്കുന്നത്. കാരണം ഈ പരിഷ്കരണങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയില്ലെങ്കിൽ മരണം വരെയും സമരത്തിലേക്ക് പോകും. ആ രീതിയിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഈ മുട്ടത്തറയിൽ കണ്ടതാണ്. കേരളത്തിലെ ഏറ്റവും അധികം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രം. ഇവിടേക്ക് അല്പസമയം മുമ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വന്ന ഒരു ആളുകളെ പോലും ഇവിടുന്ന് മടക്കി അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് MVD ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി, RTO ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. ഈ ഇന്നത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പേര് നൽകിയിരിക്കുന്ന ആളുകളുടെ പേര് വിളിച്ചപ്പോൾ പോലും അതുപോലും ഈ പ്രതിഷേധക്കാർ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഈ പരിഷ്കരണങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകാതെ സമരം ഒരു തരത്തിലും അവസാനിപ്പിക്കില്ല. ടെസ്റ്റ് എത്ര നാൾ മുടങ്ങിക്കിടന്നാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനകത്ത് CITU പിന്മാറിയിട്ടില്ല എന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. INTUCയോ CITO BMSO മറ്റ് സ്വതന്ത്ര സംഘടനകളോ ഒന്നും തന്നെയല്ല. ഈ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്തമായിട്ടാണ് ഈ സമരം തുടരുന്നത് എന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. എന്തായാലും ഇതേ രീതിയിൽ തന്നെയുള്ള സമരം തുടരുകയും ചെയ്യും. അമൃത.